ഹലോ മക്കളെ, നാളത്തെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ വീഡിയോ ആണിത്. മാത്സ് എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എക്സാമിൽ കുറേ ആൾക്കാർക്ക് A+, B ഒക്കെ നഷ്ടപ്പെടാൻ കാരണം നിങ്ങളുടെ ഒരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടാണ്. ഓക്കെ, ടൈം ചിലപ്പോൾ നിങ്ങൾ പ്രോപ്പറായി ഉപയോഗിക്കണം, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെക്ഷൻ ആദ്യം ചെയ്യണം, കുറേ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. നിങ്ങൾ ഓരോ ക്വസ്റ്റൻ എത്ര മിനിറ്റ് ആണ് ഞാൻ ടാർഗറ്റ് വെക്കേണ്ടത്, ആദ്യമൊക്കെ ഞാൻ വളരെ നിസ്സാരമായിട്ട് എഴുതി പോയിരിക്കും സന്തോഷത്തോടെ, പെട്ടെന്നായിരിക്കും ടീച്ചർ പറയാം 30 മിനിറ്റേ ബാക്കിയുള്ളൂ, എൻ്റെ കയ്യിൽ 10 ക്വസ്റ്റനും ബാക്കിയുണ്ട് അല്ലേ. നിങ്ങൾ പേടിക്കേണ്ട, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി, ഓരോ ക്വസ്റ്റൻ എത്ര മിനിറ്റും ഏത് സെക്ഷൻ ആദ്യം ചെയ്യണമെന്ന്, ഏതൊക്കെ ക്വസ്റ്റൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾ ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. 10 മണിക്കൂർ ലൈവ് ഉണ്ടായിരുന്നു, അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ 5 hours ലൈവ് ഉണ്ട്, അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 99% എല്ലാ ക്വസ്റ്റൻസ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, മെത്തേഡ്സും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഫോർമുല ഷീറ്റ് ഒക്കെ ഡ്രൈവിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അൽസാറിന്റെ ലിങ്ക് ട്രീലുണ്ട്. ഓക്കെ, കമ്മിങ് ടു ദ ടോപ്പിക്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണേലും 29 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ ടോട്ടൽ മാർക്സ് എത്ര? 110 മാർക്ക് ആരെങ്കിലും മേടിക്കണോ? വേണ്ട. 100 മാർക്ക് ആരെങ്കിലും മേടിക്കണോ? വേണ്ട. A+ വേണ്ട കുട്ടി, ഓക്കെ, ഫുൾ മാർക്ക് വേണ്ട കുട്ടി 80 മാർക്ക് മേടിച്ചാൽ മതി. ഫുൾ മാർക്ക്, ഓക്കെ, ഫുൾ മാർക്ക്, ഓക്കെ, ഫുൾ മാർക്ക്. A+ വേണ്ട കുട്ടി ഒരു 72, 70 പ്ലസ് മതി. 72 നിങ്ങൾ ടാർഗറ്റ് ചെയ്തോ, ഞാൻ എവിടെ മിസ്റ്റേക്ക് പറ്റിയാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ എത്രയും ക്വസ്റ്റൻ ആൻസർ ആണ്. ഫുൾ മാർക്ക് വേണ്ട കുട്ടിക്ക് എത്ര ആൻസർ ചെയ്യണം? 29 ക്വസ്റ്റനിൽ ഇവിടെ 3, 4, 7, 15, 22 ക്വസ്റ്റൻ ആൻസർ ചെയ്യും. മക്കളെ, ഫുൾ മാർക്ക് വേണ്ട കുട്ടിക്ക് തന്നെ 22 ക്വസ്റ്റൻ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ചിലപ്പോൾ A+ ഉണ്ട്, 22 ക്വസ്റ്റൻ ആൻസർ ചെയ്താൽ ഫുള്ളായിട്ട് കറക്റ്റ് ഇത് കിട്ടും. ഓക്കെ, കാരണം 4 ക്വസ്റ്റ്യൻ്റെ 3 ആൻസർ ചെയ്താൽ മതി. 6 ഓപ്ഷൻസ് അറിയാലോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് A+ വേണ്ട കുട്ടിക്ക് ചിലപ്പം 20 ക്വസ്റ്റ്യനൊക്കെ മതിയായിരിക്കും. 20 ക്വസ്റ്റ്യനൊക്കെ ഏകദേശം മതിയാവും, ഏകദേശം 20 ക്വസ്റ്റ്യൻ മതിയാവും. ആ കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ 29 ക്വസ്റ്റ്യൻ കണ്ടു, അയ്യോ സോറി ഇനി 3 പേജ് ഉണ്ടല്ലോ ബാക്കി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ 20 ക്വസ്റ്റ്യൻ ആൻസർ 9 ക്വസ്റ്റ്യൻ ഏകദേശം വിടാൻ പറ്റും. ഓക്കെ, 7 ക്വസ്റ്റ്യൻ എന്താണെങ്കിലും വിടണം, 9 ക്വസ്റ്റ്യൻ വിടാൻ പറ്റും ടോട്ടലിൽ നിങ്ങൾക്ക് A+ മതിയെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് മക്കളെ, നിങ്ങളിതാ അലൻസാറിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് സബ് ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് നിങ്ങളുടെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ആ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചാനൽ ആ വീഡിയോ പോയി കാണാം, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങളുടെ SLC മാത്സ് ഈസി ആവും, നല്ല ഈസി ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ 80 മാർക്കാണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ കണക്കെടുക്കാം. 80 മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടൽ. 2.5 മണിക്കൂറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചോ, വളരെ സിമ്പിൾ. 80 മാർക്കിന് 2.5 hours, 2 hours എന്ന് പറയുമ്പോൾ 120 മിനിറ്റ്സ്, അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 മിനിറ്റും. അപ്പോൾ എത്രയാ? 150 മിനിറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. 150 മിനിറ്റ്സ്. ഓക്കെ, 80 മാർക്കിന്. അപ്പോൾ നിങ്ങൾക്ക് 80 മാർക്കിന്, ഓക്കെ, 80 മാർക്കിന് 150. നിങ്ങൾ ഈ രണ്ട് സൈഡിൽ 80 വെച്ച് ഡിവൈഡ് ചെയ്ത് എത്ര? ഒരു മാർക്കിന്, ഓക്കെ, ഒരു മാർക്കിന് നിങ്ങൾക്ക് ഏകദേശം മാക്സിമം, ഓക്കെ, നിങ്ങൾക്ക് A+ വേണ്ട ടാർഗറ്റ് ചെയ്യേണ്ട കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഏകദേശം നിങ്ങൾ 150/80 ചെയ്താൽ 160/80 എന്ന് പറയുമ്പോൾ 2 ആണ്, 1.8 മിനിറ്റ്സ് കിട്ടും. ഓക്കെ, 1.8 മിനിറ്റ്സ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളൊരു റോബോട്ട് പോലെ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്ന പോലെ പ്രിന്റർ പോലെ ഒന്നല്ല വർക്ക് ചെയ്യുക. ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി കരുതേണ്ടത് എന്താ പറയുക, 1.5 മിനിറ്റ്, 1.5 മിനിറ്റ്സ്. 1.5 മിനിറ്റ്സ് ആണ് നിങ്ങൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 1.5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് വരാം. 1 മാർക്കിന് 1.5 മിനിറ്റ്സ് ആണ് നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് അവസാനം ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് യൂണിറ്റ് ഒക്കെ എഴുതി ചെക്ക് ചെയ്യണം. നിങ്ങൾ കെയർലെസ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടില്ലെങ്കിൽ അതും പോയി കാണാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 5-6 മാർക്ക് ചിലപ്പോൾ ലാഭം കിട്ടും നാളത്തെ എക്സാം. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യണം നോക്കിയാൽ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്ക്. ഫസ്റ്റ് സെക്ഷൻ, ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാർക്കിന് 1.5 ആണ്. 2 × 1.5 3 മിനിറ്റ്സ്. 3 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യൻ 3 മിനിറ്റിൽ ആൻസർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ചില ക്വസ്റ്റ്യനൊക്കെ അരിത്മെറ്റിക്സ് 1 മിനിറ്റിൽ ആൻസർ ചെയ്യാം. വെരി ഗുഡ്. കാരണം എന്താണ്, നിങ്ങൾക്കറിയാം താഴേക്ക് വരുന്നതോറും ഡിഫിക്കൽട്ടി കൂടും, സെക്ഷൻ കൂടുന്നതോറും. ഇവിടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ എങ്കിൽ, ഓക്കെ, 3 മാർക്ക് 3 4.5 മിനിറ്റ്സ്, 5 മിനിറ്റിൽ ഏകദേശം ആൻസർ. ഓക്കെ, 4.5 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻ. 4 മാർക്കാണെങ്കിൽ എന്താ, 4 മാർക്ക് എന്ന് പറയുമ്പോൾ 4 × 1.5 എന്ന് പറയുമ്പോൾ 6 മാർക്ക്. ഓക്കെ, 6 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യന്. 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 × 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 × എന്ന് പറയുമ്പോൾ 7.5. ഓക്കെ, 7 to 8 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ അവസാനം കുറച്ച് സമയം ഉണ്ടാവും, ഒരു 10 മിനിറ്റ് ബാക്കി ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും ക്രോസ് ചെക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഇവിടെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആൻസർ 1 to 4 ക്വസ്റ്റ്യനിൽ 3 എണ്ണേ ഉള്ളൂ, അത് 3 മിനിറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ 1 മിനിറ്റ് ഈച്ച് ടാർഗറ്റ് ചെയ്യാൻ നോക്കും. 1 മിനിറ്റ്
2 minutes. അങ്ങനെയാണ് ലാഭം. ഇവിടെ നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ സമയം എടുക്കും. പിന്നെ കൺസ്ട്രക്ഷനൊക്കെ വരയ്ക്കാൻ സമയം എടുക്കും. കൺസ്ട്രക്ഷനൊക്കെ ചിലപ്പോൾ 5-6 മിനിറ്റ് എടുക്കും. നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സമയം എടുക്കായിരിക്കും. അപ്പം സൂക്ഷിച്ചതിന് ചെയ്യണം. കാരണം ഇവിടെ നിങ്ങൾ ലാഭിക്കുന്ന സമയം ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പം സിമ്പിൾ ആൻഡ് പെട്ടെന്ന് തീരുന്ന പോലെ നിങ്ങൾ ആലോചിക്കേണ്ട കുറച്ച് സമയം എടുക്കുന്നുള്ള കാര്യമായിരിക്കും. കാരണം കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ 3 കൺസ്ട്രക്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കോമ്പസ് എടുക്കണം, പെൻസിൽ എടുക്കാൻ തെറ്റ് പറ്റി, ചില റബ്ബർ ചെയ്യേണ്ടി ഒരു കുറേ പ്രശ്നങ്ങളില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എക്സ്ട്രാ ടൈം അവിടെ കരുതി വെക്കണം. ഇനി നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവും, സാർ ഏത് സെക്ഷനാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് അല്ലേ? ഏത് സെക്ഷനാണ് ആദ്യം ചെയ്യേണ്ടത്? എൻ്റെ ടീച്ചർ പറഞ്ഞു ബാക്കിൽ നിന്ന് ചെയ്യാൻ, എൻ്റെ അച്ഛൻ പറഞ്ഞു ഫ്രണ്ടിൽ നിന്ന് ചെയ്യാൻ, സാർ എന്താ പറയുന്നത്? ഏത് സെക്ഷനിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ ക്ലിയർ ആയിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ഷുഡ് ബി വെരി ക്ലിയർ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ പകുതി വരെ അറിയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ 10ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി തുടങ്ങി. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര അറിയുള്ളൂ. സാർ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ബാക്കി ചിലപ്പം പിന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്പേസ് ബ്ലാങ്ക് വിട്ടോ കുഴപ്പമില്ല. നിങ്ങൾ അടുത്ത പേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്ഥലം വേണ്ടി വരും വിചാരിച്ചിട്ട് ഒരു എക്സ്ട്രാ 11ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സെക്ഷൻ ഏത് ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ സെക്ഷൻ ഓർഡറിൽ തന്നെ പോകായിരിക്കും നല്ലത്. കാരണം എന്താണ്? പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പൊതുവേ. അപ്പോൾ നിങ്ങൾ വേഗം ചെയ്തു പോവുക. ഇതൊക്കെ തീർത്ത് മാർക്ക് കിട്ടുന്നിടത്ത് സ്കോർ ചെയ്യുക. ഓക്കെ, സെക്ഷൻസ് നിങ്ങൾ വേഗം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രാറ്റജി, ഏത് സെക്ഷൻ എങ്ങനെ വേണം ചെയ്താൽ ക്വസ്റ്റ്യൻ നമ്പർ ക്ലിയർ ചെയ്യാൻ മതി. സ്കിപ്പ്. എന്താണ് സ്കിപ്പ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ്, എന്താ ഡൗട്ടിൻ്റെ സ്പെല്ലിംഗ് അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറിയില്ല, ഓക്കെ, അല്ലെങ്കിൽ ഹാഫ് അറിയാം, ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ സ്കിപ്പ്. ഓക്കെ, സാർ ഇതൊന്നും എഴുതരുതെന്നാണോ? അല്ല, ഇത് സ്കിപ്പ് ചെയ്യാം. തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ 29 ക്വസ്റ്റ്യൻ പോകും. ഓക്കെ, ഇങ്ങനെ പോയി 29, നിങ്ങൾ 1, 2, 3, 4 അവസാനം 29ാമത്തെ ക്വസ്റ്റ്യൻ എത്തും. നിങ്ങളിത് വളരെ സിമ്പിളായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെക്ഷൻ എങ്ങനെയാണ്? ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് എന്താണെങ്കിലും ചെയ്യണം, ഒരിക്കലും വിടാൻ പറ്റില്ല. നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ 1 ചെയ്തിട്ടുണ്ടാവും, 3 ചെയ്തിട്ടുണ്ടാവും, 5 ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് 30-40 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് നിങ്ങൾ ആ റൗണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ചിലപ്പം നല്ല സമയം പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. സെക്കൻഡ് ട്രിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താണ് അബവ് ആവറേജ് ഒരു 50% പകുതി കൂടുതൽ അറിയുന്നത്, 50% അബവ്. നോക്കിയേ, ഹാഫ് അറിയാം അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻ അത് ചെയ്യുന്നു. അത് നിങ്ങൾ സെക്കൻഡ് ട്രിപ്പിൽ ചെയ്യുന്നു. ഇവിടെ കിട്ടി. അപ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടാവും. ഇനി മൂന്നാമത്തതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ്? ഇനിയിപ്പം എൻ്റെ കയ്യിൽ സമയം ബാക്കിയുണ്ട്. എൻ്റെ കയ്യിൽ ബാക്കി കുറേ സമയമുണ്ട്. ഇനി എനിക്ക് ചെയ്യാനുള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഒരു സെക്ഷനിൽ 4ൽ 3 ആൻസർ ചെയ്യാൻ പറഞ്ഞു. 3 നിങ്ങൾ 2 ചെയ്തുള്ള ഒരെണ്ണം ബാക്കിയുണ്ട്. അത് ചെയ്യണമല്ലോ, വെറുതെ വിടരുത്. സമയമുണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വെറുതെ ട്രൈ ചെയ്യുക. അത് ട്രൈ ചെയ്യാനൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പറഞ്ഞു. ഓക്കെ, അലൻ സാറിൻ്റെ ഈ ചാനലിൽ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, സ്കിപ്പ് ഒക്കെ ചെയ്തിട്ട് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പോയി സ്കിപ്പ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ 29ാമത്തെ ക്വസ്റ്റ്യൻ, 29th ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആയിരിക്കും. പാറ്റേൺ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സാമിൻ്റെ ചാനലിൽ, അത് പോയി കാണാം. ആ പാറ്റേൺ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ആയിട്ട് വലിയ റിലേറ്റഡ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, അങ്ങനെ വെച്ചാൽ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിലെ കുട്ടി വന്നിട്ട് ആൻസർ ചെയ്യുന്നതും 10ാം ക്ലാസ്സിൽ വന്ന കുട്ടി ആൻസർ ചെയ്യുന്നതും പൊതുവേ സെയിം ആയിരിക്കും. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങളുടെ സിലബസ് റിലേറ്റഡ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ തരും, അത് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ആൻസർ ചെയ്യാനായിരിക്കും ഗോൾ. ഓക്കെ, അപ്പോൾ ഇത് മിക്കവാറും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആ പാറ്റേൺ നോക്കുക, സിമ്പിൾ ട്രിക്ക് ആയിരിക്കും. അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ കാണും. അപ്പോൾ ഇവിടെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെന്റ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ സ്കിപ്പ് ചെയ്യുന്ന ഓർഡറും സ്ട്രാറ്റജിയും, പിന്നെ ഏത് സെക്ഷൻ ഏത് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പ്രോപ്പറായി ചെയ്താൽ നിങ്ങൾക്ക് മക്കളെ നാളത്തെ എക്സാം സിമ്പിളാവും. നാളത്തെ എക്സാം ഈസി ആവാൻ സിമ്പിൾ ആവാനുള്ള കാര്യം നിങ്ങൾ ആ കറക്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തതനുസരിച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞു 38 മാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ A+ വേണ്ട കുട്ടിക്കാണ് ഏകദേശം അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻ 9 ക്വസ്റ്റ്യൻ വരെ മാക്സിമം കേട്ടോ, ഇത് കറക്റ്റ് കണക്കല്ല, ഞാൻ അപ്രോക്സിമേറ്റ്ലി വരെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അത് ഓരോ സെക്ഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അത്രയും മാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതാണ് ആ 38 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വിടുന്നത് എന്നുള്ള ബുദ്ധിപൂർവ്വം ആലോചിച്ച് നാളത്തെ എക്സാം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആക്കാൻ പറ്റും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ടഫ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ ആ കറക്റ്റ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ടഫ് ക്വസ്റ്റ്യൻസ് എടുത്താൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിടേണ്ട ക്വസ്റ്റ്യൻസ് ബുദ്ധിപൂർവ്വം വിടുക. ഓക്കെ, സോ
ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലൈവ് കാണാം.